CPI സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവിൽ വിമർശനം. പറയേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് പറഞ്ഞില്ല. ആശാസമരത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷമല്ല അഭിപ്രായം പറയേണ്ടത്. ജനങ്ങളുമായി ബന്ധമില്ലാത്തവർ സ്ഥാനാർത്ഥികളായി. CPM പറയുന്നതെല്ലാം മുന്നണിയിലും മന്ത്രിസഭയിലും CPI നേതൃത്വം അംഗീകരിച്ചുവെന്നും വിമർശനം. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകും. ഫൈസൽ, എന്തൊക്കെ വിമർശനങ്ങളാണ് ഉയർന്നത്? ജിൽസി, ആലപ്പുഴ CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇത്തരത്തിൽ വിമർശനം ഉണ്ടായിരിക്കുന്നത്. പറയേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് പറഞ്ഞിട്ടില്ല എന്നാണ് ഈ പ്രധാനമായും വരുന്ന വിമർശനം. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അതിനെ ഉദാഹരണമായി എടുത്തു പറയുന്നത് ഒന്ന് PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതുപോലെ ആശാസമരവുമായി ബന്ധപ്പെട്ട ആശാമാരുടെ ഓണറേറിയം ആശാസമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ്. ഇത്തരത്തിൽ പറയേണ്ട സമയത്ത് പറയാതെ പിന്നീട് വന്ന് പറയുന്നതിൽ കാര്യമില്ല എന്നുള്ളൊരു വിമർശനം ഉന്നയിക്കുന്നത്. പലയിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും വിമർശനം ഉയരുന്നുണ്ട്. ജനങ്ങളുമായി ബന്ധമില്ലാത്തവർ സ്ഥാനാർത്ഥികളായി എന്നും പറയുന്നുണ്ട്. തിരിച്ചടികൾക്കിടയിലും ചേർത്തലയിലെ വിജയം മികച്ചതായിരുന്നു എന്നും ഈ യോഗം വിലയിരുത്തുന്നുണ്ട്. അതായത് ഈ ചേർത്തലയിൽ P പ്രസാദ് കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷം നേടിയത് മിന്നും വിജയമായിട്ടുണ്ട്. മാത്രമല്ല ഈ ചെങ്ങന്നൂരിൽ സജി ചെറിയാന്റെ CPM ഏറെ ഭൂരിപക്ഷം കരുതിയിരുന്ന ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് കരുതിയിരുന്ന ചെങ്ങന്നൂരിൽ സജി ചെറിയാന് പോലും കിട്ടാത്ത ഭൂരിപക്ഷത്തിൽ ഏറെ ഭൂരിപക്ഷം ചേർത്തലയിൽ P പ്രസാദിനുണ്ടാക്കിയത് അത് വിജയത്തിന് ആഹ്ലാദം കൂട്ടി എന്നുള്ള കാര്യമാണ് CPM എക്സിക്യൂട്ടീവ് യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇന്ന് കൗൺസിൽ യോഗം കൂടി ചേരുന്നുണ്ട്. അതിൽ കൂടുതൽ വിമർശനം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. ജിൽസി, ശരി, ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.